നമസ്കാരം, ന്യൂസ് 5 സ്വാഗതം. പ്രധാന വാർത്തകൾ. പൗരത്വ ഭേദഗതി ചട്ടം നടപ്പാക്കുന്നതിനെതിരെ കേരളം സുപ്രീം കോടതിയിലേക്ക്. തുടർ നടപടികൾക്കായി മന്ത്രിസഭാ യോഗം AGയെ ചുമതലപ്പെടുത്തി. സംസ്ഥാന സർക്കാർ നിലപാട് കാപട്യമെന്ന് പ്രതിപക്ഷ നേതാവ്. CPM-ഉം കോൺഗ്രസും മുസ്ലിങ്ങളെ ഭയപ്പെടുത്തുന്നുവെന്ന് BJP. കടമെടുപ്പ് പരിധിയിൽ കേന്ദ്ര നിലപാട് തള്ളി കേരളം. 5000 കോടി നൽകാമെന്ന കേന്ദ്ര നിർദ്ദേശം അംഗീകരിച്ചില്ല. 10,000 കോടിയെങ്കിലും നൽകണമെന്ന് കേരളം സുപ്രീം കോടതിയിൽ. പത്മജയെ ആക്ഷേപിച്ചതിൽ രാഹുൽ മാങ്കൂട്ടത്തിന് KPCC നേതൃയോഗത്തിൽ വിമർശനം. രാഹുലിന്റെ ഭാഷയിൽ അഹങ്കാരത്തിന്റെ സ്വരമെന്ന് ശൂരനാട് രാജശേഖരൻ. ലീഡറുടെ പേരുപയോഗിച്ചത് ശരിയായില്ലെന്നും വിമർശനം. വന്യജീവി ആക്രമണം തടയാൻ നാളെ ഉന്നതതല യോഗം. മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേരുന്ന യോഗത്തിൽ വനം റവന്യൂ മന്ത്രിമാർ പങ്കെടുക്കും. അതിരപ്പള്ളിയിൽ കണ്ടെത്തിയ കാട്ടാനയുടെ ആരോഗ്യസ്ഥിതി തൃപ്തികരം. മൂന്നാറിലും കാഞ്ഞിരവേലിയിലും വീണ്ടും കാട്ടാന ഇറങ്ങി. ശബരി കെയർ റൈസ് വിതരണത്തിന് തയ്യാർ. ഉദ്ഘാടനം നിർവഹിച്ച മുഖ്യമന്ത്രി. കിലോയ്ക്ക് 40 രൂപ ചെലവഴിച്ചാണ് സർക്കാർ അരിയെടുക്കുന്നതെന്നും മുഖ്യമന്ത്രി. ISL-ൽ വിജയവഴിയിൽ തിരിച്ചെത്താൻ കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്നിറങ്ങും. എതിരാളികൾ മോഹൻ ബഗാൻ. മത്സരം വൈകിട്ട് കൊച്ചി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ. വിശദാംശങ്ങളിലേക്ക്. പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കുന്നതിനെതിരെ സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിലേക്ക്. തുടർ നടപടികൾക്കായി AGയെ മന്ത്രിസഭാ യോഗം ചുമതലപ്പെടുത്തി. ഭരണഘടനാ വിരുദ്ധമായ നിയമമാണെന്നും കേരളത്തിൽ ഇത് നടപ്പാക്കില്ലെന്നും മന്ത്രിസഭാ യോഗത്തിന് ശേഷം മന്ത്രി P. രാജീവ് വ്യക്തമാക്കി. പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കുന്നതിനെതിരെ നിയമ നടപടികളുമായി മുന്നോട്ടു പോകാൻ തന്നെയാണ് സംസ്ഥാന സർക്കാരിന്റെ തീരുമാനം. ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗത്തിൽ ഇത് സംബന്ധിച്ച തീരുമാനമെടുത്തതായി നിയമവകുപ്പ് മന്ത്രി P. രാജീവ് പറഞ്ഞു. ഭരണഘടനാ വിരുദ്ധമായ നിയമം സംസ്ഥാനത്ത് നടപ്പിലാക്കില്ലെന്നും മന്ത്രി വ്യക്തമാക്കി. മന്ത്രിസഭ തന്നെ തീരുമാനമെടുത്തിട്ടുണ്ട്. അടിയന്തരമായി ഇത് റദ്ദാക്കേണ്ടതുണ്ട് എന്ന ആവശ്യം സുപ്രീം കോടതിന് മുൻപിൽ വയ്ക്കാൻ.